പ്രിയമുള്ളവരെ, ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രവിശ്യയിൽ നിന്നും 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. നിരവധി നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തിയ പ്രദേശമാണ് നമ്മുടെ കേരളം. തമിഴ്, മണിപ്രവാളം തുടങ്ങിയവയിൽ നിന്നും മലയാള ഭാഷ രൂപപ്പെട്ടു. വൈദേശിക ശക്തികളുടെ കടന്നാക്രമണത്തിൽ നിന്നും ഭൂപ്രകൃതി നമ്മെ രക്ഷിച്ചു. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന പോലെ ആരും കൊതിക്കുന്ന കാലാവസ്ഥ. നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പോരാട്ടങ്ങൾ. ഇതിന് നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ സാംസ്കാരിക നായകന്മാർ ഉഴുതുമറിച്ച ഭൂമി. അതേപോലെ തനതായ കലകളുടെ നാടാണ് നമ്മുടെ കേരളം. സാക്ഷരതയിലും സാംസ്കാരിക രാഷ്ട്രീയ ഔന്നത്യത്തിലും ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇന്ന് ഈ കോവിഡ് മഹാമാരി ലോകമൊട്ടാകെ പടർന്നു പിടിച്ചപ്പോഴും മരണസംഖ്യ കുറയ്ക്കാൻ നാം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രയാസങ്ങളെയും പ്രതിസന്ധിയെയും അതിജീവിച്ച് പുതിയ നാളെയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. എല്ലാവർക്കും കേരളപ്പിറവി ദിന ആശംസകൾ നേരുന്നു. നവംബർ 1 കേരളപ്പിറവി ദിനം. 1956 നവംബർ 1 കിഴക്ക് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് അറബിക്കടലും വടക്ക് കിഴക്ക് കർണാടകവും തെക്ക് കിഴക്ക് തമിഴ്നാടും അതിർത്തിയായിക്കൊണ്ട് 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നു. പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളത്തിൽ 3 രാജവംശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് പമ്പാനദി വരെയും പടിഞ്ഞാറ് അറബിക്കടൽ മുതൽ കിഴക്ക് സഹ്യപർവ്വതം വരെയും വ്യാപിച്ചു കിടന്നിരുന്ന ആയ് രാജവംശം, കുട്ടനാട് മുതൽ ഏഴിമല വരെ വ്യാപിച്ചു കിടന്നിരുന്ന ചേര രാജ്യം, ചേര രാജ്യത്തിന് വടക്ക് ഭാഗത്ത് മംഗലാപുരം വരെ ഉണ്ടായിരുന്ന ഏഴിമല രാജ്യവും. മധ്യകാല കേരളത്തിലേക്ക് എത്തുമ്പോൾ മഹോദയപുരം കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന ചേര രാജാക്കന്മാർ അഥവാ പെരുമാക്കന്മാരുടെ ഏകീകൃത ഭരണം ഇല്ലാതായതോടെ സ്വരൂപങ്ങളും നാടുവാഴികളും അധികാരസ്ഥാനങ്ങളായി വളർന്നു. കോലത്തുനാട്, കോഴിക്കോട് അഥവാ നെടിയിരുപ്പ് സ്വരൂപം, കൊച്ചി അഥവാ പെരുമ്പടപ്പ് സ്വരൂപം, വേണാട് എന്നിവയായിരുന്നു പെരുമാക്കന്മാർക്ക് ശേഷം ശക്തി പ്രാപിച്ച നാട്ടുരാജ്യങ്ങൾ. യൂറോപ്യൻ അധിനിവേശ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 പ്രമുഖ പ്രദേശങ്ങളായി കേരളം മാറി. പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായി പിന്നീട് ഈ പ്രദേശങ്ങൾ. 1947 ഇന്ത്യ സ്വതന്ത്രമായതോടെ തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി മലബാർ എന്നിങ്ങനെ 3 പ്രദേശങ്ങളായി കേരളം. 1949 തിരുവിതാംകൂറും കൊച്ചിയും യോജിച്ചുകൊണ്ട് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടു. സ്വതന്ത്ര ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്നപ്പോൾ തിരുകൊച്ചി, മലബാർ എന്നിവ ചേർത്തുകൊണ്ട് കേരളം പിറവിയെടുത്തു. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ, പെണ്ണിനു വീ
വിയർപ്പാലെ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കൊച്ചികൾ പകൽ നീളെ കിനാ കാണും ഒട്ടിടുമനുരാഗക്കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം ശ്യാമസുന്ദര കേരകിദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി ഇത് ശ്യാമസുന്ദര കേരകിദാര ഭൂമി മാനവർക്കു സമത നൽകിയ മവളി തൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി ശ്യാമസുന്ദര കേരകിദാര ഭൂമി. ഞാനിന്ന് നിങ്ങൾക്ക് കാസർഗോഡ് ജില്ലയെ പരിചയപ്പെടുത്തട്ടെ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് ജില്ല 1984 മെയ് മാസം 24 രൂപീകൃതമായി. കേരളത്തിൻ്റെ കിരീടമാണ് കാസർഗോഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഭാഷകളുടെ വൈവിധ്യം കൊണ്ട് സപ്തഭാഷാ സംഗമ ഭൂമി എന്നും ദൈവങ്ങളുടെ നാട് എന്നും നദികളുടെ നാട് എന്നും കാസർഗോഡ് ജില്ലയെ വിശേഷിപ്പിക്കുന്നു. ആസ്ഥാനം കാസർഗോഡ്. കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് കർണാടക, തെക്ക് കണ്ണൂർ ജില്ല എന്നിവയാണ് കാസർഗോഡിൻ്റെ അതിർത്തികൾ. യക്ഷഗാനത്തിന് പ്രചാരമുള്ള ഏക ജില്ലയാണ് കാസർഗോഡ്. മുനിസിപ്പാലിറ്റി 3 താലൂക്ക് 4, ബ്ലോക്ക് പഞ്ചായത്ത് 6, ഗ്രാമപഞ്ചായത്ത് 38, നിയമസഭാ മണ്ഡലം 5, ലോകസഭാ മണ്ഡലം 1. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. ചന്ദ്രഗിരി കോട്ട, ബേക്കൽ കോട്ട, മധൂർ ക്ഷേത്രം എന്നീ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും കാസർഗോഡ് ജില്ലയിലാണ്. കണ്ണൂർ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്നും രണ്ടാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. കണ്ണൂരാണ് ഇതിൻ്റെ ആസ്ഥാനം. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ 5ാം സ്ഥാനത്താണ്. കണ്ണൂർ, കണ്ണന്നൂർ, കണ്ണനൂർ, കേനൂർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. തറികളുടെയും തിറകളുടെയും നാട് എന്നാണ് കണ്ണൂർ അറിയപ്പെടുന്നത്. പുരാതന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. പല വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകളിൽ കണ്ണൂരിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം കടൽത്തീരമുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല, കേരളത്തിലെ ഏക കണ്ടോൺമെൻറ് ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബീഡി വ്യവസായമുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന ജില്ല എന്നീ പ്രത്യേകതകൾ കണ്ണൂർ ജില്ലയ്ക്കുണ്ട്. 10 നഗരസഭകളും 71 ഗ്രാമപഞ്ചായത്തുകളും കണ്ണൂരിലുണ്ട്. പയ്യാമ്പലം കടപ്പുറം, കണ്ണൂർ കോട്ട, അറക്കൽ മ്യൂസിയം, പാലക്കയം തട്ട്, പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം, പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, മീൻകുന്ന് കടപ്പുറം, തലശ്ശേരി കോട്ട, മുഴപ്പിലങ്ങാട് ബീച്ച്, ഏഴിമല നാവിക അക്കാദമി, മലയാള കലാഗ്രാമം, പഴശ്ശി അണക്കെട്ട്, മാപ്പിള ബേ, ഗുണ്ടേട്ട് ബംഗ്ലാവ്, വൈതൽമല, ഏലപ്പീടിക, കാഞ്ഞിരക്കൊല്ലി, മാടായിപ്പാറ, ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രം, കൊട്ടിയൂർ വന്യജീവി സങ്കേതം, ധർമ്മടം തുരുത്ത്, സെന്റ് ആഞ്ചലോ കോട്ട, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, കൊട്ടിയൂർ ക്ഷേത്രം ഇവയെല്ലാം ജനശ്രദ്ധ ആകർഷിച്ച കണ്ണൂരിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. കേരളത്തിലെ ഊട്ടി അഥവാ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട്. 1980 നവംബർ 1 രൂപം കൊണ്ടു. കർണാടക, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന ഏക ജില്ല കൂടിയാണ് വയനാട്. വനങ്ങളാൽ സമൃദ്ധമാണെങ്കിലും വിദ്യാഭ്യാസ തലത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നു. എങ്കിലും ഇവിടെ തൊഴിൽ രഹിതർ കുറവാണ്. കൽപ്പറ്റ ആസ്ഥാനമായി വരുന്ന വയനാട് ജില്ലയുടെ നിലവിലുള്ള ജില്ലാ കളക്ടറാണ് അദില അബ്ദുള്ള. വയനാട്ടിൽ ജനസംഖ്യ വളരെ കുറവാണ്. ആദ്യത്തെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയത് ഇവിടെയാണ്. ആനകളെ സംരക്ഷിക്കുന്ന മുത്തങ്ങ വന്യജീവി സങ്കേതം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നു. ദേശീയപാതയുടെ നീളം
കുറവാണ്. അതിന് കാരണം ഇവിടെ നഗരവാസികൾ വളരെ കുറവായതിനാലാണ്. കടൽത്തീരമില്ലാത്ത ഇവിടെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ സ്ഥിതി ചെയ്യുന്നു. കുറിച്ചാർ, പണിയർ, കാടൻ, അടിയാർ, ചോല നായ്ക്കർ എന്നിവയാണ് ഇവിടെ ഗോത്രവർഗക്കാർ. അതിൽ ഏറ്റവും കൂടുതൽ പണിയരാണ്. എന്നാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ് ചോല നായ്ക്കർ എന്ന ഗോത്രക്കാർ. അവർ ഗുഹകളിലാണ് താമസിക്കുന്നത്. ആദ്യ സ്വർണ്ണ ഖനനം നടന്ന സ്ഥലം ആണ് വയനാട്. അതുപോലെ തന്നെ ഏക പീഠഭൂമി കൂടിയാണ് വയനാട്. ഇഞ്ചിയും കാപ്പിയുമാണ് ഏറ്റവും കൂടുതൽ ഇവിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സൂചിപ്പാറ, കാന്തൻപാറ, ചെതലയം, മീൻമുടി തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങളാൽ സമൃദ്ധമാണ്. കാരാപ്പുഴ ജലസേചന പദ്ധതി, കർലാട് തടാകം, ബ്രഹ്മഗിരി മലനിരകൾ, ഫാൻഡലം പാറ, മേശറി കായൽ, ചെമ്പകൊടുമുടി, പൂക്കോട് തടാകം, എടക്കൽ ഗുഹ, കുറുവാദ്വീപ്, സൂചിപ്പാറ, അമ്പലവയൽ, പഴശ്ശിരാജ സ്മാരകം എന്നിവ വയനാട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. വയനാടിൻ്റെ ഭംഗി കൂട്ടുന്നതിൽ പ്രകൃതി നിർമ്മിതമായ ബാണാസുര അണക്കെട്ട് പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൂടാതെ സമ്പൂർണ്ണ ആധാർ കാർഡും പാൻ മസാല രഹിതവുമായ ജില്ല കൂടിയാണ് വയനാട്. അപൂർവ ഇനമായ പക്ഷികളെ കാണപ്പെടുന്ന സ്ഥലമാണ് പക്ഷിപാതാളം. പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ പ്രകൃതി ഭംഗി നിലനിർത്തുന്നതിൽ അവിടുത്തെ മുൻ ജില്ലാ കളക്ടറായ അജയ് കുമാർ ARS വലിയ പങ്ക് വഹിച്ചിരുന്നു. ആദ്യമായി മൃഗങ്ങളുടെ ആംബുലൻസ് നിലവിൽ വന്ന ജില്ല കൂടിയാണ് വയനാട്. ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഇവിടെ ആണ് സ്ഥിതി ചെയ്യുന്നത്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലാണെങ്കിലും പട്ടികജാതിക്കാർ വളരെ കുറവാണ്. വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. 1957 ജനുവരി 1-നാണ് കോഴിക്കോട് ജില്ല നിലവിൽ വന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് കേരള സംസ്ഥാനത്തിൻ്റെ വടക്കുവശത്തുള്ള ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ലയാണ് കോഴിക്കോട്. കാപ്പാട് കടൽത്തീരം, ബേപ്പൂർ, കക്കയം തുടങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. മാനാഞ്ചിറ മൈതാനം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോട് ജില്ലയിലാണ്. മലപ്പുറം ജില്ല 1969 ജൂൺ 16-ന് സ്ഥാപിതമായി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. കമ്പ്യൂട്ടർ സാക്ഷരത പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ചത് ഈ ജില്ലയാണ്. കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയതും ഇവിടെയാണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ്. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം തുഞ്ചൻ പറമ്പ്, പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്യുന്നത് കീഴാറ്റൂർ, തുഞ്ചൻ സ്മാരകം, മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്ന മൊയ്യൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലം, EMSൻ്റെ ജന്മസ്ഥലം, അങ്ങനെ ഒട്ടനവധി വിശിഷ്ട വ്യക്തികളുടെ ജന്മസ്ഥലമാണ് മലപ്പുറം. കേരളത്തിലെ മെക്ക, ചെറിയ മെക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി മലപ്പുറം ജില്ലയിലാണ്. പാലക്കാട് എന്ന ജില്ലയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. 1957 ജനുവരി 1-നാണ് പാലക്കാട് ജില്ല നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. ആസ്ഥാനം പാലക്കാട് നഗരം. 2006-ലാണ് പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ചത്. അതിനു മുൻപ് ഇടുക്കി ജില്ലയായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്ത് എറണാകുളം ജില്ലയോട് ചേർത്തതോടെയാണ് ഇടുക്കി ജില്ലയ്ക്ക് 1-ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. തെക്ക് തൃശ്ശൂർ, വടക്ക് മലപ്പുറം, കിഴക്ക് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, പടിഞ്ഞാറ് മലപ്പുറവും തൃശ്ശൂരും എന്നിവയാണ് സമീപ ജില്ലകൾ. ഭാരതപ്പുഴയാണ് പ്രധാന നദി. ജില്ല മുഴുവൻ ഭാരതപ്പുഴയുടെ നദീതട പ്രദേശമാണ്. മറ്റു നദികൾ കുന്തിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, സിരുവാണി, ഭവാനിപ്പുഴ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കവാടം പാലക്കാട് ജില്ലയിലെ വാളയാർ ചുരമാണ്. ഈ ചുരത്തിൻ്റെ സാന്നിധ്യം മൂലം കേരളത്തിലെ ഇതര ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായ ഇവിടെ തമിഴ്നാട്ടിലേതുപോലെ വരണ്ട കാലാവസ്ഥയാണ്. കേരളപ്പിറവിക്ക് മുൻപ് ഈ ജില്ല മദിരാശി പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. കേരള സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി തൃശ്ശൂർ അറിയപ്പെടുന്നു.
നഗരമധ്യത്തിലെ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശിവന്റെ പേരിൽ നിന്നാണ് തൃശ്ശൂർ നഗരത്തിന് ആ പേര് വന്നത്. തിരുശിവന്റെ പേരുള്ള ഊര് എന്ന അർത്ഥത്തിലാണ് തൃശ്ശിവപേരൂർ എന്ന പേര് ഉണ്ടായത്. പിന്നീട് ലോപിച്ചത് തൃശ്ശൂർ എന്നാവുകയായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തനിമ എടുത്തു കാണിക്കുന്ന പല കലാരൂപങ്ങളും തനതായ രീതിയിൽ പഠിപ്പിക്കുന്ന കേരള കലാമണ്ഡലം തൃശ്ശൂരിൽ ചെറുതുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് നഗരശില്പി. നഗരത്തിനിപ്പോഴും കൊച്ചി മഹാരാജാവിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നു. ആസ്ഥാനം തൃശ്ശൂർ നഗരം ആണ്. ജില്ലയ്ക്ക് ആകെ 7 താലൂക്കുകളും 17 ബ്ലോക്ക് പഞ്ചായത്തുകളും 87 ഗ്രാമപഞ്ചായത്തുകളും ഉണ്ട്. ആകാശവാണിയുടെ തൃശ്ശൂർ സംപ്രേഷണം നഗരത്തിനടുത്ത് രാമവർമ്മപുരത്തുള്ള കേന്ദ്രത്തിൽ നിന്നാണ് നടക്കുന്നത്. കേരള കാർഷിക സർവകലാശാല, തൃശ്ശൂർ പൂരം, വെടിക്കെട്ട്, പുലിക്കളി എന്നിവ വളരെ പ്രശസ്തമാണ്. എറണാകുളം ജില്ലയെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല രൂപീകൃതമായത്. കാക്കനാടാണ് എറണാകുളം ജില്ലയുടെ ആസ്ഥാനം. ഋഷിനാഗക്കുളം എന്നാണ് എറണാകുളം ജില്ല പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. 11,78,304 ജനങ്ങൾ ഉൾക്കൊണ്ടതാണ് ഇന്നത്തെ എറണാകുളം ജില്ല. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്വൈത പ്രചാരകനായ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമായ കാലടി എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയാണ്. കേരളത്തിൽ നഗരസഭ, മുനിസിപ്പാലിറ്റി, വാഹന രജിസ്ട്രേഷൻ, ചെറുകിട വ്യവസായ യൂണിറ്റ്, വ്യവസായവൽക്കരണം, ദേശീയപാതകൾ, ജൂതന്മാർ തുടങ്ങിയവ ഏറ്റവും കൂടുതൽ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യ സാക്ഷരത നേടിയ ജില്ല കൂടിയാണ് എറണാകുളം. 14 നിയമസഭാ മണ്ഡലവും 1 ലോക്സഭാ മണ്ഡലവുമാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം എറണാകുളം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ആലുവ മണപ്പുറം, അരീക്കൽ വെള്ളച്ചാട്ടം, അർജുനൻ മല, ഭൂതത്താൻ കെട്ടിടം, ബോൾഗട്ടി പാലസ്, ഏഴാറ്റൂർ മുഖം, ഫോർട്ട് കൊച്ചി, ഇടമലയാർ ഡാം, ഇല്ലിത്തോട്, ഇഞ്ചത്തൊട്ടി തൂക്കുപാലം, കുമ്പളങ്ങി, കോടനാട്, കൊച്ചി തുറമുഖം തുടങ്ങിയവയാണ് എറണാകുളം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. എറണാകുളം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി സർ റോബർട്ട് ബ്രിസ്റ്റോ ആണ്. നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൻ്റെ 14 ജില്ലകളിൽ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാൽ വ്യത്യസ്തമായ ജില്ലയാണ് ഇടുക്കി. എന്നാൽ നമുക്ക് ഇടുക്കിയുടെ പ്രത്യേകതകൾ ഒന്ന് പരിചയപ്പെട്ടാലോ? കേരളത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ വനപ്രദേശങ്ങളാൽ നിബിഡമായ ഭൂപ്രദേശമാണ് ഇടുക്കി. വലുപ്പത്തിൽ കേരളത്തിലെ 2ാമത്തെ ജില്ലയാണ്. 4358 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടുക്കി ജില്ലയ്ക്ക് ഉള്ളത്. തീവണ്ടിപ്പാതയും കടൽ തീരവും ഇല്ല എന്നുള്ളത് ഈ ജില്ലയുടെ മറ്റൊരു പ്രത്യേകതയാണ്. രാജഭരണകാലത്ത് വേണാടിൻ്റെ ഭാഗമായിരുന്ന ഇടുക്കി കോട്ടയം ജില്ലയിൽ ഉൾപ്പെടുന്ന ഉടുമ്പൻചോല, പീരുമേട്, എറണാകുളം ജില്ലയായിരുന്ന ദേവികുളം താലൂക്കിനെയും തൊടുപുഴ താലൂക്കിലെ മണ്ണൂരും കല്ലൂർക്കാടും ഒഴികെയുള്ള പ്രദേശങ്ങളെയും കൂട്ടിച്ചേർത്ത് 1972 ജനുവരി 26 ഇടുക്കി ജില്ല രൂപീകൃതമായി. തുടക്കത്തിൽ കോട്ടയമായിരുന്നു ജില്ലാ ആസ്ഥാനമെങ്കിലും 1976 ആസ്ഥാനം പൈനാവാക്കി മാറ്റി. ശൈത്യമേറിയ കാലാവസ്ഥയോടും ക്രൂര വന്യമൃഗങ്ങളോടും പടവെട്ടി ഉണ്ടാക്കിയ ഒരു കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ് ഇടുക്കിക്ക് നമ്മോട് പറയാനുള്ളത്. തൊഴിലിൻ്റെയും തൊഴിൽ പോരാട്ട ചൂഷണങ്ങളുടെയും ഒരു ചരിത്രം ഇടുക്കിക്കുണ്ട്. 5 താലൂക്കുകൾ,
2 മുനിസിപ്പാലിറ്റികൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 51 ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോൾ ഇടുക്കി. 2010 പ്രഖ്യാപിച്ച ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടിമലക്കുടി ഇടുക്കി ജില്ലയിലാണ്. 2000 മീറ്ററിൽ അധികമുള്ള കൊടുമുടികൾ ഇടുക്കിയുടെ പ്രത്യേകതയാണ്. ഹിമാലയത്തിന് തെക്കുള്ള ഏറ്റവും വലിയ കൊടുമുടികളായ ആനമുടിയും മീശപ്പുലി മലയും ഇടുക്കിയിലെ മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ, തൊടുപുഴയാർ, കാളിയാർ എന്നീ പ്രധാന നദികൾ ഉത്ഭവിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. പ്രധാന വരുമാന ഉപാധി കന്നുകാലി വളർത്തലും കൃഷിയുമാണ്. കാപ്പിയായിരുന്നു ആദ്യകാലത്തെ കൃഷി. പിന്നീട് കാലാവസ്ഥ അനുയോജ്യമായ രീതിയിൽ തേയില കൃഷി ആരംഭിച്ചു. ഇപ്പോൾ തേയില, കാപ്പി, റബ്ബർ, തെങ്ങ്, കുരുമുളക്, ഏലം എന്നിവയാണ് പ്രധാന വിളകൾ. കോട്ടയം ജില്ല 1949 ജൂലൈ 1 സ്ഥാപിതമായി. വേമ്പൊലിനാട് എന്ന പേരിൽ കുലശേഖരണ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശമാണ് കോട്ടയം. അയിത്തത്തിനെതിരെ നടന്ന കലാപമായ വൈക്കം സത്യാഗ്രഹം നടന്നത് ഇവിടെയാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം. അക്ഷര നഗരം എന്നറിയപ്പെടുന്ന പട്ടണം മീനച്ചിലാറിൻ്റെ തീരത്താണ് കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലം ഉഴവൂർ കോട്ടയത്താണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ ചുമർചിത്ര നഗര, സമുദ്ര തീരമില്ലാത്ത ജില്ല എന്നീ പ്രത്യേകതകൾ കോട്ടയത്തിനാണ്. കുമരകം പക്ഷി സങ്കേതം, മഹാത്മാഗാന്ധി സർവകലാശാല, CMS കോളേജ്, ഏഷ്യയിലെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന വാഗമൺ, ഏറ്റുമാനൂർ ക്ഷേത്രം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. 1957 ആഗസ്റ്റ് 17 ആലപ്പുഴ സ്ഥാപിതമായത്. ജനസാന്ദ്രത 1501 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. കടൽത്തീരം 82 കിലോമീറ്റർ ഉണ്ട്. മുനിസിപ്പാലിറ്റി 6 എണ്ണം, താലൂക്ക് 6 എണ്ണം, ബ്ലോക്ക് പഞ്ചായത്ത് 12 എണ്ണം, പഞ്ചായത്ത് 72 എണ്ണം, നിയമസഭാ മണ്ഡലം 9 എണ്ണം, ലോക്സഭാ മണ്ഡലം 2 എണ്ണവും ഉണ്ട്. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കൊല്ലം, കോട്ടയം എന്നീ ജില്ലകൾ വിഭജിച്ചിട്ടാണ് ആലപ്പുഴ ഉണ്ടായത്. പ്രാചീന കാലത്ത് ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടായിരുന്ന ജില്ല ആലപ്പുഴയാണ്. ശ്രീമൂലവാസം എന്ന ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ബുദ്ധവിഗ്രഹമായ കരുമാടിക്കുട്ടൻ കണ്ടെടുത്ത സ്ഥലം ആലപ്പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴയാണ്. കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, പട്ടികവർഗക്കാർ കുറഞ്ഞ ജില്ല, പട്ടികവർഗ നിരക്ക് കുറഞ്ഞ ജില്ല, വനപ്രദേശം കുറഞ്ഞ ജില്ല എന്നിവ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നിർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരക്കാണ് കയർ. കയർപ്പായകൾക്കായി ആദ്യത്തെ നിർമ്മാണ ഫാക്ടറി 1859 സ്ഥാപിതമായി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ആലപ്പുഴയാണ്. 2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആണ്. ആലപ്പുഴ ബീച്ച്, പാതിരാമണൽ ദ്വീപ്, കുട്ടനാട്, മാരാരി ബീച്ച്, തോട്ടപ്പള്ളി ബീച്ച്, കായംകുളം എന്നിവ ആലപ്പുഴയിലെ കാഴ്ചകളാണ്. മധ്യകാലഘട്ടത്തിൽ ഗ്രീസുമായും റോമുമായും ആലപ്പുഴയ്ക്ക് വ്യാപാര ബന്ധമുണ്ടെന്ന് ചരിത്രം പറയുന്നു. അടുത്ത കാലത്തായി ടൂറിസം ഒരു പ്രധാന വരുമാന മാർഗമായി മാറിയിരിക്കുന്നു. ഹൗസ് ബോട്ടുകളുടെ സാന്നിധ്യമാണ് വിനോദസഞ്ചാരികൾക്ക് നഗരത്തിലെ മനോഹരമായ കായലുകളുടെ കാഴ്ച നൽകുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശാബ്ദത്തിൽ ഇന്ത്യ മഹാസാമ്രാജ്യത്തിൻ്റെ വൈസ്രോയിയായിരുന്ന കർസൻ പ്രഭു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ആഹ്ലാദത്തോടെ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു, ഇവിടെ പ്രകൃതി തൻ്റെ അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നു. ആലപ്പുഴ കിഴക്കിൻ്റെ വെന്നീസ്. അന്നു മുതൽ ലോകഭൂപടത്തിൽ ആലപ്പുഴ കിഴക്കിൻ്റെ വെന്നീസ് എന്ന പേരിൽ അറിയപ്പെട്ടു. പത്തനംതിട്ട ജില്ല സഹ്യപർവ്വതത്തിൻ്റെ മടിത്തട്ടിലെ ഒരു മലയോര നഗരമാണ് പത്തനംതിട്ട.
പത്തനംതിട്ട എന്ന പേര് പത്തനം എന്നും തിട്ട എന്നും രണ്ട് നാമങ്ങളിലൂടെ കൂടിച്ചേർന്ന രൂപമാണ്. 1982 നവംബർ 1 ആണ് കൊല്ലം ജില്ല വിഭജിക്കപ്പെട്ട് പത്തനംതിട്ട ജില്ല രൂപീകരിക്കപ്പെട്ടത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളുമായി പത്തനംതിട്ട ജില്ലാ അതിർത്തി പങ്കിടുന്നുണ്ട്. 2 റവന്യൂ ഡിവിഷനുകൾ ചേർന്നാണ് പത്തനംതിട്ട. തിരുവല്ലയും അടൂരും പത്തനംതിട്ട ജില്ലയിലെ ജലവൈദ്യുതി പദ്ധതികളാണ് കേരളത്തിൻ്റെ ഊർജ ആവശ്യങ്ങളുടെ 1/3 ഭാഗം നിറവേറ്റുന്നത്. ശബരിഗിരി, കക്കാട്, മണിയാർ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. പത്തനംതിട്ടയിലെ പ്രധാന നദികളാണ് പമ്പ, മണിമലയാർ, അച്ചൻകോവിൽ. ഭാരതത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് കടലുമായി ബന്ധമില്ല. ജലത്തിലെ പൂരം എന്ന് അറിയപ്പെടുന്ന ആറന്മുള വള്ളംകളിയും ആറന്മുള കണ്ണാടിയും പ്രസിദ്ധമാണ്. കൊല്ലം ജില്ല രൂപീകരിച്ച വർഷം 1949 ജൂലൈ 1. കൊല്ലം ജില്ല കേരളത്തിലെ ഒരു ജില്ലയാണ്. കൊല്ലം ജില്ലയ്ക്ക് 3 അപരനാമങ്ങളുണ്ട്. 1 കൊയിലോൺ, 2 ദേശീയനാട്, 3 കശുവണ്ടി വ്യവസ്ഥാനത്തിൻ്റെ ഈക്കില. കൊല്ലം ജില്ലയുടെ ആസ്ഥാനം മുൻപ് കൊയിലോൺ എന്നും ദേശീയനാട് എന്നും താർഷിഷ് എന്നും അറിയപ്പെട്ടിരുന്നു. കേരള ചരിത്രത്തിൽ തേൻവഞ്ചി എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു കൊല്ലം. ദേശീയനാട് എന്നും കൊല്ലം അറിയപ്പെട്ടിരുന്നു. കശുവണ്ടിയുടെ ഇറ്റില്ലം അറിയപ്പെട്ടിരുന്ന ഈ ജില്ലയിലാണ്. കശുവണ്ടി ഫൈഡറുകൾ നാട് എന്ന് കൊല്ലം അറിയപ്പെട്ടിരുന്നു. വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ട്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ കടൽത്തീരമുള്ള ജില്ലയാണ് കൊല്ലം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരിക്ക് തേന്മലയായി ഇതും കൊല്ലം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. തിരു അനന്തൻ്റെ പുരം എന്നത് ലോപിച്ചാണ് തിരുവനന്തപുരം എന്ന പേര് വന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമാണ് ഈ ജില്ല. ലോകപ്രശസ്തമായ അനന്തപത്മനാഭ ക്ഷേത്രം, കോവളം കടലോരം, തുമ്പ വാന നിരീക്ഷണ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, തിരുവിതാംകൂർ കൊട്ടാരം, കേരളത്തിലെ തന്നെ ആദ്യത്തെ വനിതാ കോളേജ്, ആതുരാലയം തുടങ്ങി ഇന്ത്യ ചരിത്രത്തിനു തന്നെ പ്രചോദനമായ ജില്ലയാണ് തിരുവനന്തപുരം. നിത്യഹരിത നഗരം എന്നാണ് ഗാന്ധിജി ഈ ജില്ലയെ വിശേഷിപ്പിച്ചത്.